ഗ്രാൻഡ് മാസ്റ്റർ മണ്ഡലങ്ങൾ വീണ്ടും നമ്മൾ അന്വേഷിച്ച് പോവുകയാണ്. ഇപ്പോൾ മലപ്പുറത്തെ മണ്ഡലങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, അവിടെ ലീഗായിരിക്കും ജയിക്കുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലങ്ങളും ഇപ്പോൾ കണ്ണൂർ പോയി നിന്ന് ആര് ജയിക്കും, പിണറായി ജയിക്കുമോ തോക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിണറായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതുപോലെ തന്നെ അവിടെ തളിപ്പറമ്പിൽ ആര് ജയിക്കും, അതൊക്കെ കൗതുകങ്ങളില്ല. അതേസമയം കൗതുകമുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. അതിൽ ഓരോ ദിവസം കഴിയുന്നതോറും കൗതുകം വന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വട്ടിയൂർക്കാവിൽ ഇപ്പോൾ കോർപ്പറേഷൻ്റെ കണക്കെടുത്താൽ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. നിയമം കഴിഞ്ഞാൽ വലിയ അപ്പർ ഹാൻഡാണ് വട്ടിയൂർക്കാവിൽ BJPക്ക് കോർപ്പറേഷൻ കൗൺസിലർ വെച്ചാലുണ്ട്. പക്ഷേ അതേസമയം തന്നെ മുട്ടട നേരത്തെ ഇപ്പോൾ വൈഷ്ണ എന്ന് പറയുന്ന ഒരു വിവാദത്തിലൊക്കെപ്പെട്ട വൈഷ്ണ, കേശുവിൻ്റെ നേതാവായി നിന്ന വൈഷ്ണ, ശബരിനാഥ് ഇപ്പോൾ നിയമത്തെ മത്സരിക്കുന്ന ശബരിനാഥ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കേശവദാസപുരം, പട്ടം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ബെൽറ്റ് ഉണ്ട്. കവടിയാർ എന്നൊക്കെ പറയുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. അവിടെ കോൺഗ്രസ്സിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. പ്രശാന്തും മോശമല്ല, 2 പ്രാവശ്യം MLA ആയിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് വന്നത്, പിന്നെ MLA ആയി, 2 പ്രാവശ്യം മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞൊരു ഇമേജ് ഉണ്ടാക്കി. പക്ഷേ പ്രശാന്തിന് കഴിഞ്ഞ കാലത്തുള്ളൊരു ഇമേജ് ഇപ്പോൾ ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുരളീധരനും ചെറിയ പുള്ളിയല്ല. മുരളീധരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാമുദായിക സംഘടനകളെ ശക്തമായി മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ആളാണ് മുരളീധരൻ. NSSുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. NSSന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. ക്രിസ്ത്യാനികൾക്കുണ്ട്, NSSനുമുണ്ട്, SNDPക്കുമുണ്ട്. മുസ്ലിംസ് കുറവാണ് താരതമ്യേന. പിന്നെ അതുപോലെ തന്നെ വട്ടിയൂർക്കാവിന് ഈ ജവഹർ നഗർ, അതുപോലെ പിന്നെ രാജ്ഭവൻ ഇരിക്കുന്ന പ്രദേശങ്ങൾ, ഒരു എലൈറ്റ് ഗ്രൂപ്പുകൾ ഒരുപാട് പ്രവർത്തിക്കുന്ന സ്ഥലവുമാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ IPSൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ 3 സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പൊരുതുകയാണ്. നമ്മളുടെ കാൽക്കുലേഷൻ, ഇന്നലെ VK പ്രശാന്ത് പറഞ്ഞു 25,000 വോട്ടിന് ജയിക്കും. അത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ആര് ജയിച്ചാലും 5,000 വോട്ടിന് താഴെയായിരിക്കും. അത് 3 സ്ഥാനാർത്ഥികൾക്കും വലിയ സാധ്യതയുണ്ട്. എന്നാൽ മുരളീധരനും വലിയ അപ്പർ ഹാൻഡാണ് തിരുവനന്തപുരത്തുള്ളത്, വട്ടിയൂർക്കാവിലും. മാത്രമല്ല, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ 20 സീറ്റാക്കി മാറ്റുന്നതിന് മുരളീധരൻ്റെ ഒരു മാനേജർഷിപ്പ്, ഒരു പിന്നെ ഇലക്ഷൻ മാനേജ്മെൻറ്റിലൂടെ ഇലക്ഷൻ മാനേജറായി പ്രവർത്തിച്ച് 10 എന്നുള്ളത് 20 സീറ്റാക്കാൻ മുരളീധരന് കഴിഞ്ഞു. അതുകൊണ്ട് നല്ല ആൾക്കൂട്ടവുമുണ്ട് മുരളീധരൻ പോകുന്ന സ്ഥലങ്ങളിൽ, യോഗങ്ങളിലൊക്കെ. അതിൽ മുരളീധരൻ ചിലപ്പോൾ സീറ്റ് തിരിച്ചു പിടിച്ചേക്കാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ശ്രീലേഖയെ എഴുതിത്തള്ളാൻ കഴിയില്ല. അവിടെ IPS ഉണ്ട്. അവരുടെ നേരത്തെ അവർ കോർപ്പറേഷനിലെ കൗൺസിലറായി ശാസ്തമംഗലത്ത് നിന്ന് വലിയ വോട്ടിന് ജയിച്ചവരാണ്. അവർ വളരെ സജീവമായി രംഗത്തുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അമിത്ഷാ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ നേതാക്കളൊക്കെ വരുന്നു. വലിയ ഹൈപ്പിലേക്കാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലം മാറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ BJPക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കൃത്യമായൊരു ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഒരു 5,000-ന് താഴെ വോട്ടിനായിരിക്കും, 2,000-3,000 വോട്ടിനായിരിക്കും ആരെങ്കിലും ജയിക്കുന്നത്. അതിന് 3 കൂട്ടർക്കും ശക്തമായ വേരുകളുണ്ട്, 3 കൂട്ടർക്കും ശക്തമായ സാന്നിധ്യമുണ്ട്. ഞാൻ പറഞ്ഞ പ്രശാന്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് 2 പ്രാവശ്യം ആയെങ്കിലും ഈ പറയുന്നൊരു ഇമേജിലേക്ക് പ്രശാന്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അഴിമതിക്കാരനല്ല, അദ്ദേഹം വലിയ സ്വജനപക്ഷക്കാരനല്ല, ഒന്നുമല്ല. പക്ഷേ എങ്കിലും ഒരു ഹൈപ്പുണ്ടല്ലോ, ഒരു മണ്ഡലത്തിൽ കിട്ടുന്നൊരു ഹൈപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പരമ്പരാഗത മണ്ഡലമെന്ന് പറയാനും പറ്റില്ല. മോഹൻകുമാർ ഇവിടെ നിന്ന് കോൺഗ്രസിന് ജയിച്ചിട്ടുണ്ട്, വിജയകുമാർ CPMന് ജയിച്ചിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിലും പലരും ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ പെടുന്നതാണ്. പഴയ തിരുവനന്തപുരം നോർത്തിൽ പെടുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നോർത്തായിരുന്നപ്പോൾ പല മുന്നണികളും മാറിയും തിരിഞ്ഞും കോൺഗ്രസും CPMും ഒക്കെ ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആര് ജയിക്കും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആര് ജയിച്ചാലും 2,000-3,000, മാക്സിമം പോയാൽ 5,000 വോട്ടിന് താഴെയായിരിക്കും ജയിക്കുക. 3 കൂട്ടരും ശക്തമായ പ്രചരണ രംഗത്തുണ്ട്. അതിലാരാണ് മുന്നിലെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രചരണമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. ഞങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലം നമുക്ക് ഫിസിക്കലായിട്ട് കൂടി അറിയാവുന്ന കുറേ പ്രദേശങ്ങൾ വട്ടിയൂർക്കാവിലുണ്ട്. അവിടെ BJP ശക്തമായ രംഗത്തുണ്ട്. കോർപ്പറേഷൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ കുറേ നല്ല മെച്ചമായി അവർ കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റും അവർക്ക് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും കൃത്യമായി തിരുവനന്തപുരത്ത് വളരെ കൃത്യമായി വട്ടിയൂർക്കാവിൽ നടക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, വട്ടിയൂർക്കാവ് ശ്രീലേഖ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, തിരുവനന്തപുരം സെൻട്രൽ കരമന ജയൻ, കാട്ടാക്കടയിൽ
കൃഷ്ണദാസ്, പി കെ കൃഷ്ണദാസ്, ഇവർ 5 പേർ തിരുവനന്തപുരം ജില്ലയിൽ 5 പേരും BJPയുടെ ശക്തരായ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയെടുക്കുന്നൊരു ഹൈപ്പ്, അവർ നേടുന്ന വോട്ട് ആരുടേതായിരിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൂടുതൽ BJP പിടിക്കും, BJPയുടെ വോട്ടുകൾ കോൺഗ്രസ് പിടിക്കും. ഇതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇപ്രാവശ്യം CPMൻ്റെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് 2ആയി പിരിയും. ഒന്ന് കോൺഗ്രസിന് കുറേ പോകും, കുറേ BJPക്കും പോകും. അങ്ങനെ 2ആയി പിരിഞ്ഞുകൊണ്ട് കൃത്യമായി, കാരണം കടുകട്ടി ഇടതുപക്ഷ തീവ്രവാദികൾ അടക്കമുള്ളവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അല്ലാതെ മിതമായി നിൽക്കുന്ന മറ്റ് കുറേ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് BJPക്ക് വോട്ട് ചെയ്താലും അത്ഭുതമില്ല, BJPക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ 3ആയി പിരിഞ്ഞു പോകുന്ന ഒരു കഥ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വട്ടിയൂർക്കാവിൽ 3 സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ ഒരു 2000, 3000, ചിലപ്പോൾ 5000 വോട്ടിന് താഴെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചേക്കാം. 3 പേരെയും എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളല്ല. 3 പേരും 3 തരത്തിൽ വളരെ പ്രസിദ്ധരാണ്. പക്ഷേ ക്രിസ്തീയ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം, ധാരാളം ക്രിസ്തീയ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. ക്രിസ്തീയ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരാഗതമായി കോൺഗ്രസിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രശാന്തിന് പക്ഷേ കുറേ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം കോൺഗ്രസിനാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്. മുരളീധരൻ മത്സരിച്ചപ്പോഴൊക്കെ ക്രിസ്ത്യൻ ബെൽറ്റുള്ള ഏരിയ എണ്ണുമ്പോൾ അതെല്ലാം മുരളീധരനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഒക്കെ കൂടെ പിടിക്കാൻ പറ്റിയാൽ മുരളീധരൻ അടിച്ചു കയറും. അതേസമയം ഈ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് റിലേറ്റ് ഗ്രൂപ്പിൻ്റെയും ഈ ന്യൂജൻ കുട്ടികൾ വെക്കാൻ IPS കാരിയൊക്കെയാണ്, വനിതയാണ്, അവർ നല്ല പെർഫോമൻസ് ഉള്ള സ്ത്രീയാണ്, വനിതയാണ്. ആ നിലയിൽ അവരടിച്ചു കയറിയാലും അത്ഭുതമില്ല. പ്രശാന്ത് മേയർ എന്നുള്ള നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളും MLA എന്നുള്ള നിലയിൽ വലിയ പരുക്കുകളില്ലാതെ ഭയങ്കര ഹൈപ്പ് MLA അല്ലെങ്കിൽ പോലും ഒരു മാന്യനായിട്ടുള്ള ജെന്റിൽമാനായിട്ടുള്ള MLA എന്നുള്ള നിലയിൽ നേടിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഊർജ്ജവും ഒക്കെ കൂടി എല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവരയ്ക്കും. ഇതിലേതാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കിനി വരുന്ന ദിവസങ്ങളിലാണ് കാണാൻ പറ്റുക. എന്തായാലും 2000, 4000, 5000 വോട്ടിന് താഴെ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും. 3 പേരിൽ ആര് ജയിച്ചാലും തിരുവനന്തപുരത്ത് അത്ഭുതപ്പെടാനില്ല. അത്രയ്ക്ക് വളരെ ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നടക്കുകയാണ്.